നവീകരണം പൂർത്തിയാക്കിയ തൃശൂർ പുരാവസ്തു മ്യൂസിയം നാടിന് സമർപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നടത്തിയ നവീകരണത്തിന്റെ ഭാഗമായി 14 തീമാറ്റിക് ഗ്യാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൊച്ചി രാജവംശത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലൊന്നായ വടക്കേച്ചിറ കോവിലകമാണ് ഇന്നത്തെ പുരാവസ്തു മ്യൂസിയം. വിവിധ കാലങ്ങളിലായി രാജവംശം ശേഖരിച്ച പുരാവസ്തുക്കൾ തൃശൂരിലെ ചിത്രശാലയിലെ ആർട്ട് ഗ്യാലറിയിലാണ് സൂക്ഷിച്ചത്. ഇവയിൽ ചിലത് അവിടെ നിന്നും ചെമ്പൂക്കാവ് കൊല്ലങ്കോട്ട് കോവിലകത്തേക്കും മാറ്റി. ഈ പുരാവസ്തുക്കളെല്ലാം ശേഖരിച്ചാണ് 2005-ൽ ഇന്നത്തെ മ്യൂസിയത്തിന് തുടക്കമിടുന്നത്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന മ്യൂസിയമാണ് ഇപ്പോൾ നവീകരണത്തിന് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മ്യൂസിയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, പുരാവസ്തു ഡയറക്ടർ ഇ ദിനേശൻ എന്നിവർ ചേർന്നാണ് നാടിന് സമർപ്പിച്ചത്. ഈ സൗധം മിനുക്ക് പണികളോടെ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ. കാരണം ഈ സൗധത്തിൻ്റെ സ്ഥാപിത കാലഘട്ടം, അതിൻ്റെ മാതൃക ഒരു തനി കേരളീയ അല്ലെങ്കിൽ ഭാരതീയ ഡച്ച് മാതൃക, വാസ്തു മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് കൊച്ചി രാജവംശം തുടങ്ങി വച്ച ഒരു വലിയ ഉദ്യമം ഇന്ന് സാംസ്കാരിക കേരളത്തിന് തലയെടുപ്പോടുകൂടി തൃശ്ശൂരിൽ ഉദിച്ചുയർന്ന് ഇന്നും നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണിനെ കുമ്പിടണം, നമസ്കരിക്കണം. വിവിധ സംസ്കാരങ്ങളുടെ അടയാളമായ ഹാരപ്പ, കർണൂൽ, അരിക്കമേട്, ഗാന്ധാര, ചേരമൻപറമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഖനനത്തിലൂടെ ലഭിച്ച പുരാവസ്തു ശേഖരങ്ങളാണ് മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുകൂടാതെ 14 തീമാറ്റിക് ഗ്യാലറികളിലായി 1000-ലധികം അമൂല്യ വസ്തുക്കളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ ശില്പങ്ങൾ, നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയവയും മ്യൂസിയത്തിലുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മ്യൂസിയം തുറന്നതോടെ ആദ്യ ദിനം തന്നെ നിരവധി ആളുകളാണ് സന്ദർശനത്തിനായി ശക്തൻ കൊട്ടാരത്തിലെത്തിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പൊതുജനങ്ങൾക്കായി പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.